ഡോക്ടർ സുരേഷ് കുമാർ, താങ്കളോട് ദീർഘമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ച ഒരു ആശങ്ക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇത് വലിയ തോതിൽ ചർച്ചയാകാനുണ്ടായ മറ്റൊരു കാരണമായി പറയുന്നത് നമ്മുടെ മുൻ DGP ആർ ശ്രീലേഖയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ്. അതിനുശേഷമാണ് ഇത് വലിയ തോതിൽ ചർച്ചയായതും മന്ത്രി തന്നെ അതിന് വിശദീകരണം നൽകി രംഗത്ത് വന്നതും. പക്ഷേ താൻ പറഞ്ഞ നിലപാടിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല, അതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും പറയുന്നത് സോളാർ വെച്ചിട്ടും ഉയർന്ന ബില്ലാണ് തനിക്ക് ലഭിക്കുന്നത്. നേരത്തെ 800 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ 10,000 രൂപയ്ക്ക് മുകളിലേക്ക് ബില്ല് വരുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്താണ് അതിലെ വാസ്തവം? എന്താണ് KSEBയുടെ ഭാഗത്തു നിന്നും നൽകാനുള്ള മറുപടി? ആർ ശ്രീലേഖയുടെ ബില്ല് സംബന്ധിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള മറുപടി KSEB ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അവർക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ബില്ലിലുള്ള രേഖകൾ വെച്ചിട്ട് മാത്രമല്ലേ അത് സംസാരിക്കാൻ കഴിയുക, അല്ലാതെ ബില്ലില്ലാത്ത കാര്യം വെച്ചിട്ട് നമുക്കത് സംസാരിക്കാൻ കഴിയുന്നതല്ല. ആർ ശ്രീലേഖന്റെ ബില്ല് എന്റെ കയ്യിലുണ്ട്. ഞാനിത് ഇന്ന് ഈ ചർച്ചയിൽ ഇത് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല, യാദൃശികമായി എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. അവരുടെ ബില്ലില് അവരൊരു 3 ഫേസ് കണക്ഷനുള്ള ഒരു ഉപഭോക്താവാണ്. TOD മീറ്റർ ആണ് അവരുടെ വീട്ടിലുള്ളത്. ടൈം ഓഫ് ഡേ മീറ്റർ, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, അത് കഴിഞ്ഞിട്ട് 6 മണി മുതൽ 10 മണി വരെ, 10 മണി മുതൽ രാവിലെ 6 മണി വരെ, ഇങ്ങനെ 3 സമയത്തെ ഉപഭോഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന TOD മീറ്ററിംഗ് ഉള്ള ഒരു കൺസ്യൂമർ ആണ് ആർ ശ്രീലേഖ. അവരുടെ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 12 കിലോ വാട്ടാണ്. അതായത് 12,000 വാട്ട് കണക്റ്റഡ് ലോഡുള്ള ഒരു ഗൃഹമാണ് അവരത്. അവര് നോർമൽ ലോഡ് സമയം, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് 399 യൂണിറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അവര് 290 യൂണിറ്റ് വൈദ്യുതി ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവര് പിന്നീട് തർക്കിച്ചത്. ഞാൻ KSEBക്ക് കൊടുക്കുമ്പോൾ തന്നെ തിരിച്ചുപയോഗിച്ചോ? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് പൂർണ്ണമായിട്ടും സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന സമയമല്ല. സോളാർ ഉൽപാദനം തുടങ്ങുക ഒരു 9 മണിക്കൊക്കെ ശേഷമാണ്. വൈകുന്നേരം 4-5 മണി വരെയൊക്കെ നിൽക്കും. രാവിലത്തെ ഉൽപാദനം കുറവായിരിക്കും, ഉച്ച സമയത്ത് ഉൽപാദനം കൂടും, പിന്നെ വീണ്ടും കുറയും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവരുടെ ആവശ്യത്തിന് കുറച്ച് ഉപയോഗിക്കും, ബാക്കിയുള്ളത് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അത് കൂടാതെ പകൽ രാവിലെ 6 മണി മുതൽ രാവിലെ 9 മണി വരെ സോളാർ ഉൽപാദനം ഇല്ലാത്ത സമയത്തും അവർ ഉപയോഗിക്കും. അതിനുശേഷം വൈകുന്നേരം സോളാർ ഉൽപാദനം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ 6 മണി വരെ വീണ്ടും അവർ ഉപയോഗിക്കും. ഇങ്ങനെ അവര് ഉപയോഗിച്ച വൈദ്യുതി എന്ന് പറയുന്നത് 299. കാരണം മോർണിംഗ് പീക്ക് സമയത്ത് സാമാന്യം നന്നായിട്ട് നമുക്കൊക്കെ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്ന അങ്ങനെ 399 യൂണിറ്റ് വൈദ്യുതി അവർ പകൽ സമയം തന്നെ അവര് ഇലക്ട്രിസിറ്റി ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ അവര് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉൽപാദന സമയത്ത് ബാക്കി വന്ന 247 യൂണിറ്റ് വൈദ്യുതി അവരെന്ത് ചെയ്തിട്ടുണ്ട്? 290 യൂണിറ്റ് വൈദ്യുതി അവര് KSEB ഗ്രിഡിലേക്ക് തന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള പീക്ക് ലോഡ് സമയത്ത് 636 യൂണിറ്റ് വൈദ്യുതി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മണിക്ക് ശേഷം രാവിലെ 6 മണി വരെയുള്ള സമയത്ത്, രാത്രി സമയത്ത് 247 യൂണിറ്റ് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 1182 യൂണിറ്റ് വൈദ്യുതി അവർ ആകെ ഉപയോഗിക്കുകയും 290 യൂണിറ്റ് വൈദ്യുതി തിരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ 992 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും മുകളിലത്തെ താരിഫിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ആ താരിഫിൽ നിന്നാണ് 10,000 രൂപയുടെ ഒരു ബില്ല് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ബില്ലിന്റെ കാൽക്കുലേഷനിൽ ഒരു പെശകുമില്ല, ബില്ല് കണക്കാക്കിയതിൽ എന്തെങ്കിലും പെശകില്ല. ഇതൊക്കെ വളരെ കൃത്യമായി അവരുടെ ബില്ലിൽ തന്നെ ഉള്ള കാര്യമാണ്. ഇത് ഒരു IPS ഉദ്യോഗസ്ഥയായി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാള് അത്തരം ഒരു കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഇടേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദമുണ്ട്. ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതിന് ശേഷവും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗുണകരമാണ് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും താരിഫ് തീരുമാനിക്കുന്നത് മീറ്റർ റീഡിങ്ങിന് വരുന്ന പയ്യനാണെന്ന് കൂടി അവർ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും റോൾ ഉണ്ടോ? മീറ്റർ റീഡർക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. മീറ്റർ റീഡർക്ക് ആകെയുള്ള റോള് ഈ പറയുന്ന അവിടെയുള്ള റീഡിങ്
എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മീറ്റർ. അത് റീഡിംഗ് അവർക്ക് നോക്കിയാലും കാണാവുന്നതാണ്. അവരെ മീറ്ററിൽ ഇപ്പോഴും, കാരണം വെച്ചാൽ കഴിഞ്ഞ മാസത്തെ റീഡിംഗ് അടുത്ത 1-ാം തീയതി വരെ റീസെറ്റ് ആവാതെ നിൽക്കും. സ്വാഭാവികമായിട്ട് ഓരോ മാസത്തിലും 1-ാം തീയതിയാണ് ഇത് റീസെറ്റ് ആവുക. റീസെറ്റ് ആയാലും വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഴയ റീഡിംഗ് എടുക്കാൻ പറ്റും. കാരണം TOD മീറ്ററിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആർക്കും പരിശോധിക്കാവുന്ന ബില്ല് മാത്രമാണ് ആ റീഡിംഗ്. ആ റീഡിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ റീഡർ അല്ല, അയാൾ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യല്ല. അവിടെ ഈ പറയുന്ന റീഡിംഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ്ങിനനുസരിച്ച് ബില്ല് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ പ്രോഗ്രാം ആകട്ടെ റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. അല്ലാണ്ട് ഒരു മീറ്റർ റീഡർക്കും സ്വന്തമായി ഒരു ബില്ലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. റീഡിംഗ് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇക്കാര്യത്തിനകത്ത് അങ്ങനെ റീഡിംഗ് മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് യാതൊരു ആരോപണവും അവർ ഉന്നയിച്ചിട്ടില്ല. ഇനി അത് അങ്ങനെ ഒരു ആരോപണം അവർക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ഇപ്പോഴും ആ റീഡിംഗ് പരിശോധിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ 1-ാം തീയതിത്തെ റീഡിംഗ് ഇപ്പോഴും അവരുടെ മീറ്ററിൽ ലഭ്യമാണ്. അതുകൊണ്ട് സത്യത്തിൽ എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാവാത്തത് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ അവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് അത് ന്യായീകരിച്ച് നിൽക്കുക എന്ന താല്പര്യം ചിലപ്പോൾ ഉണ്ടാവാം. ഏതായാലും അതിനകത്ത് അദ്ദേഹം ആ കാര്യത്തിനകത്ത് തിരുത്തുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.